ടൈൽസ് എങ്ങനെ ചെയ്യുന്ന കാണിച്ചാൽ പാറ്റേൺ ഒക്കെ ഇതാ ഇത് കുറേ ഉണ്ട്. വൈകുന്നേരം പമ്പിൽ സ്റ്റേ ഉണ്ടാവും. ടൈൽസ് വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടേ? ഓക്കെ ഓക്കെ. ടെന്റ് വിടുവോ? ടെന്റ് അടിക്കാൻ വിടുവോ? അങ്ങോട്ടെ. നമ്മളിതാ ശ്രീ ഗണേഷ് ടൈൽസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, അത്തംകുടി. അപ്പോൾ ഇവർ ടൈൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ പാറ്റേൺ ഒക്കെ ഇതാ ഇത് കുറേ ഉണ്ട്. അപ്പോൾ കുറച്ച് ചെയ്ത് കാണിച്ചാലെന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്ക് സ്റ്റാർട്ടായില്ല, വർക്ക് പായുന്ന എങ്ങനെയാണ് സ്റ്റാർട്ടായത്. അപ്പോൾ പറഞ്ഞ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ, ടൈൽസിൻ്റെ പീസിൽ കണ്ണാടിയൊക്കെ ഉണ്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ടാങ്കിൽ ഓരോ വെള്ളമുണ്ട്, പിന്നെ ഓരോ സെക്ഷൻ ടാങ്ക് ഉണ്ട്. ടൈൽസ് ഇട്ട് വെക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടോ ടൈൽസ് ഇട്ട് വെച്ചിട്ട്. വൈകുന്നേരം പമ്പിൽ സ്റ്റേ ഉണ്ടാവും, ടെൻ്റ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് എഡിറ്റിങ് എല്ലാ പമ്പിലും വിടൂല, എവിടെയെങ്കിലും പമ്പിലൊക്കെ. മഴ ധനുഷ്കോടി നല്ല മഴയാണ്. ധനുഷ്കോടി ഒരു രക്ഷയില്ല, നല്ല കാറ്റ് മഴ. ഉണ്ട്. ശ്രീലങ്കയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, 3-4 ദിവസമായിട്ട് മഴേൻ്റെ എന്തോ പ്രശ്നമുണ്ട്. അപ്പം അതിൻ്റെ ഇങ്ങോട്ടേക്ക് കാലാവസ്ഥ കുറച്ച് മോശമാണ്. റെക്കോർഡ് ചെയ്യാം. எல்லோ கலருக்கு வந்து எல்லோ நேச்சர் பவுடராகவே வந்துடும். நாங்கள் இங்கே உள்ள ஆத்தோட ஸ்டாண்டு தான், ஆத்தோட ஸ்டாண்டு இருக்கோம். இந்த ஸ்டாண்டை சிம்பிள் மிக்ஸ் பண்ணிப்போம். ടൈല് ചോദിച്ചാൽ കിട്ടും. ഒരു ടൈലിന് 25 അങ്ങനെ ഇത്രയേ ഉള്ളൂ റേറ്റ്. ஹேண்ட்மேடு சேம் டிசைன் பண்ண முடியுமா? ரிப்பீட் சார், ஹேண்ட்மேடு சேம் டிசைன் ரிப்பீட் பண்ண முடியுமா? இப்போ நான் பண்ணுறேன் அப்படின்னா ஒரு நாள் நான் ப்ரொடக்ஷன் லீவ் போட்டேன் அப்படின்னா நான் ப்ரொடக்ஷன் டிசைன் அப்போ செய்கிறேன் அப்படின்னா நான் லீவ் தான் இன்றைக்கி அந்த ப்ரொடக்ஷன் அப்படி நின்றேன். ഓ അങ്ങനെ. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡിസൈൻ വേറെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ആ ഡിസൈന് ഒരാൾക്ക് ചെയ്യുന്നവർക്ക്. അതെ 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 അതെ. റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല.
ഫസ്റ്റ് നമ്മൾ ദിവാൻ ഏൽപ്പിച്ചത് എൻ്റെ ഓഡിയോ ഉണ്ട്. ആ ആ ആ ഓ കൈ കൊണ്ട് ഡിസൈൻ അല്ലേ? ഞാനും വിചാരിച്ച് ഫ്ലോപ്പാക്കണതാണോ. ഈ വീഡിയോ നീ കാണാൻ വഴിയില്ല. വീഡിയോ ഫിനിഷ് ആവണമെന്ന് തന്നെ ഇങ്ങനെ കാണും. കഴിഞ്ഞു കേട്ടോ. ആ അത്തംകുടി ടൈൽ മേക്ക് ഹാൻഡ് മെയ്ഡ്. ഓ சூப்பரா இருக்கு. இது இப்படியே ரிப்பீட் பண்ண முடியுமா? அப்படி இல்ல சேம். അതാണ് പറഞ്ഞത്. ഈ ഒരു സംഭവം ചെയ്യണം. நாலு கலர் மிக்ஸ் பண்றேன்னா ஃபர்ஸ்ட் என்ன கலர் எடுக்கிறேன் ஏது பண்றேன்னா அத ஃபைனல் பண்ணிடுறேன். டாட் எத்தனை டாட் வைக்கிறேன் அப்படிங்கிறது ஞாபகம் பண்ணணும். ഇത് വേറെ ഒരാളോ ചെയ്യാൻ പറഞ്ഞാൽ അവൻ പറ്റൂല. അത് அப்ப நம்ம எல்லோல வந்து 5 டாட் வச்சேன். இந்த ஒரு டாட் மிஸ் ஆனாலும் இந்த கலர் வராது. இந்த எட்ஜ் எட்ஜ் இந்த கார்னர் ஓகே 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 ஓகே. அதே மாதிரி இத ஹேண்ட் மேட்ல தான் ரெண்டு டெய்ல் ஜாயின் பண்ணும்போது அது மர்ஜா வருதா? வந்து ரெண்டு இந்த மாதிரி ஒயிட் வருது இல்ல, ஒயிட் கிரீன் இந்த மாதிரி வரதுல ஜாயின் ஜாயின் வருது. அப்படியே கண்டினியூஸா போயிடும். கார்னர் ஒயிட் வருது. கார்னர் ஒயிட் வரனால இந்த ஜாயின் ஜாயின் அப்படியே வரும். ஒரு டெய்ல் எவ்வளவு ரேட் இருக்கு? இது 50 ரூபா வரும் ஒரு பீஸ் எடுத்தீங்கன்னா. ஸ்கொயர் ஃபீட் எடுக்க நீங்க ஆர்டர் கொடுத்து எடுத்தீங்கன்னா கம்மியா வரும். இங்கே சாம்பிளுக்கு வாங்கி பண்ணி 50 ரூபா வரும். இந்த மாதிரி ஹேண்ட்மேட் டிசைன்லாம் செஞ்சு வைக்க ரெடியாக இருக்கும். இங்கே வந்து ஆர்டர் பண்ணிட்டு போனால் அங்கே ட்ரான்ஸ்போர்ட் பண்ணுவோம். ட்ரான்ஸ்போர்ட்டில் உங்கள் சார்ஜ் நாங்கள் பண்ணி கொடுத்துருவோம். டிரான்ஸ்போர்ட் அடிஷனல் சார்ஜ் ட்ரான்ஸ்போர்ட் பண்ணிடுவோம். லே பண்ணுறதுக்கு ஆள் அனுப்பிடுவோம். எங்களுக்கு வந்து செட் பண்ணுறதுக்கு ஆள் அனுப்பிடுவோம். இங்கே இருந்தால் ஆள் வரும். ஆமாம், எங்கள் டைமில் வந்து எங்கள் ஆளு வந்து படிச்சாங்கன்னா உங்களுக்கு ஃபினிஷிங் கரெக்டாக இருக்கும். ஓகே. மார்பிள்ஸ் படிக்கிறவங்கள பைக் படிக்கிறா ஃபினிஷிங் கிடைக்காது. சரி, நல்லா இருக்கும். ടൈൽസ് വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടേ? ആ അതാ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഈ സൈഡില് ഡോക്ടർ കൊടുക്കണം. ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ ഒരു ഡിസൈൻ ആവുള്ളൂ, അല്ലെങ്കിൽ ഈ ഡിസൈൻ വെയിറ്റ് ഉണ്ട്. ഈ സൈഡിൽ ഡോക്ടർ കൊടുക്കണം. ഈ സൈഡിൽ ഇവിടെ കുറേ ഡിസൈൻ ഇല്ലേ ഇതിൻ്റെ? ഓ ഇതൊക്കെ ടൈൽസാണ്. ഓരോ ഡിസൈനിലെ ടൈൽസ് കളറുണ്ട്, ഡിസൈൻ ഉണ്ട്. ഇതുണ്ട് ഡിസൈൻ ഉണ്ട്. കളറൊക്കെ മിക്സ് ആക്കുന്നത് ഇവിടെ തന്നെ ഒരു ചെട്ടിനോട് പൂയുണ്ട് അടുത്ത് സാൻഡ്. അപ്പോൾ അതിൽ തന്നെ മിക്സാക്കി ഓരോ കളർ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ സംഭവമൊക്കെ പൊടിച്ചിട്ട് ഇതുണ്ടോ പൂയുണ്ടോ? മഞ്ഞപ്പൂയുണ്ട്, വെള്ളപ്പൂയുണ്ട്, ചുവപ്പ് പൂയുണ്ട്. അതിലൊക്കെ മിക്സാണ് ചുവപ്പും മഞ്ഞയും കളറൊക്കെ ആക്കുന്നത്. அதாவது என்ன டிசைனு என்ன கலரு சூஸ் பண்ணி ஆர்டர் கொடுத்தா இந்த மேனுஃபேக்சர் கூட இந்தியாவில் இங்கே மட்டும் தான் மேனுஃபேக்சர். ஓகே ஓகே எங்கேயுமே இல்லை. இங்கே மேனுஃபேக்சர் வந்து எல்லா சைடுமே. ஓ ஃபாரின் எக்ஸ்போர்ட் பண்ணோம். ஓகே அப்படியா? டிரான்ஸ்போர்ட் அதிகம் இருக்குது. ஆ 2 லேக் ஆர்டர் காணுங்க. 1.5 லட்சம் வந்து ട്രാൻസ്പോർട്ട് പോയി. ഓക്കെ 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 ഓക്കെ. ஆமாம் ஆமாம். இந்தியாவில் என்ன சைடு ஓகே ஓகே ஓகே. எல்லா டைமும் இதுதான். ஸ்கொயர் ஃபீட் வந்து 45 to 60. ഗൈസ് ഇതാണ് ശ്രീ ഗണേഷ് ഫ്ലവർ ടൈൽസ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഫോളോ ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. ഡിസൈനും കാര്യങ്ങളൊക്കെ അയച്ചു തരുവാറ്.
ஆத்தம் டைலு கேரளா ஆமாம் கொஞ்சம் தமிழ் தெரியும். ஆ சொல்லுங்கள். இவ்வளோ டைல் மார்பிள் கிராண்டு டைல்ஸு வெட்டிக்கல் டைல்ஸு இவ்வளோ காம்படிஷன்லேயும் வந்து ஆத்தம் டைல் எதுக்காக வாங்குறாங்கன்னா மிடிக்க வாங்குறாங்கன்னா சேல்ஸ் ஆகுதுன்னா 2 ரீசன். ஃபஸ்ட்டு 100% க்ளோஸ் ஆகிடுது. ஆ இந்த டைல் வாங்கி இந்த ஹவுஸில் எடுத்துட்டு நீங்கள் അവിടെ இருந்தீங்கன்னா இந்த டைல்னால இந்த நமக்கு வந்து பாதிப்பில்லை. 100% க்ளோஸ் ஆகிடுது. ஓகே ஓகே. சைடு 50 இயர்ஸ் டைல். ஓ ஃபஸ்ட்டு ட்ராயிங் போனீங்கன்னா 50 இயர்ஸ் 100% இதுவும் அப்படியே கோல்டு குவாலிட்டி இருக்கா? ஃபஸ்ட்டு சைட் ஓ அவ்வளோதான். டிஃபரன்ஸ் என்னங்க? டிஃபரன்ஸ் வந்து எப்படி கேட்டீங்கன்னா அது அந்த ஃபர்ஸ்ட் குவாலிட்டினா வந்து அந்த ரேட்டுக்கு தகுந்த மாதிரி அந்த கலர் பவுடர் போடுவோம். ஃபர்ஸ்ட் குவாலிட்டினா அந்த பிரைஸ் அதாவது உள்ளே காஸ்ட்லியான பவுடர் வாங்கி. சரி, இந்த கலர் ஃபேட் ஆகுமா? 50 வருஷம் சொல்லிட்டீங்க. 50 வருஷம் லைஃப் 50 வருஷம் அந்த கலர் அப்படியே இருக்கு. 10 வருஷத்துக்கு ஒரு ட்ரிப் நீங்க பாலிஷ் பண்ணிக்கணும் ரைட்டா. 10 வருஷத்துக்கு ஒரு வாட்டி போலாம் பாலிஷ் பண்ணிட்டீங்கன்னா 50 வருஷம். பாலிஷே பண்ணா பண்ணிட்டீங்கன்னா 30 வருஷம். ഓക്കെ ഓക്കെ ഓക്കെ. സ്ഥലമുണ്ടോ? മേഘമലയിൽ പ്രത്യേകിച്ച് റൂട്ട് മാത്രമേ ഉള്ളൂ? ആ ഒരു ഹിൽ സ്റ്റേഷനിൽ ആ ഒരു റൂട്ടില്ല, ആ ആ റൂട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ മേഘമലയിലെ ഹിൽ ടോപ്പിലൊക്കെ സ്റ്റേ ഇല്ലേ? സ്റ്റേ ഉണ്ട്. ഗവൺമെന്റിന്റെ സ്റ്റേ ഇല്ലേ? നമ്മുടെ ഫോറസ്റ്റ് അത് ഇതിലുണ്ട്. ടെന്റ് വിടുവോ? ടെന്റ് അടിക്കാൻ വിടുവോ? വിടൂല. നമ്മ പോട്ടെ. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരാ വീഡിയോയിൽ എന്റെ വോയിസ് ഇടല്ലേ? അല്ല എല്ലാം വരും. എങ്കിൽ ഞാൻ അല്ല ഷെയർ ചെയ്താൽ മതി. പറഞ്ഞേ ഫ്രണ്ട്സോട് പറഞ്ഞേ ഇത് ആ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ നോക്കും ആദ്യം വീഡിയോ. തിരുവനന്തപുരത്ത് നിന്ന് വന്ന 3 ആളെ പരിചയപ്പെട്ടു. അപ്പോൾ ഓറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ ടൈൽസ് മേക്കിംഗ് കാണാൻ. 2 ടൈൽസ് മേക്ക് ചെയ്തൊന്ന്, ഒരു ടൈൽസ് ഹാൻഡ് മെയ്ഡും ഒരു ടൈൽസ് അച്ച് വെച്ചിട്ടും. അപ്പോൾ ഓറ് പോവാണ്, ഞാനും പോവാണ്. ഇവിടുന്ന് തേനി പോവാണ്. അല്ല ഇവിടെ വെക്കാൻ പറ്റില്ല, അവിടെ പാർക്കിംഗ്. ആ പോട്ടെ എന്നാല്. ഓക്കെ ഓക്കെ. പൈസ നമ്മൾ മധുരൈ കഴിഞ്ഞു. എക്സിറ്റ് അടിച്ചിട്ട് തേനി റൂട്ട് കയറുവാണ്. നല്ല തിരക്കുണ്ട്. പിന്നെ റോഡിൻ്റെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര പൊടിയാണ്, റഷാണ്. മേഘമലയിൽ പോയിട്ട് അവിടെ സ്റ്റേയും കാര്യങ്ങളും അടിക്കാൻ സീനാണ്, പറ്റില്ല. അപ്പോൾ പോയി തിരിച്ച് വന്നിട്ട് നമുക്ക് കൊടൈക്കനാൽ റൂട്ട് കയറണം, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര അടുത്ത് സ്റ്റേ അടിക്കുന്നോ അത്ര നല്ല, നമുക്ക് പിറ്റേ ദിവസം എണീച്ച് പോകാൻ. ഗൈസ് തേനി ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററും കൂടിയുണ്ട്. മേഘമല ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പമ്പാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ടെൻറ്റ് ഇവിടെ ഇടാൻ പോകുന്നുണ്ട് ഈ സ്ഥലത്ത്. ചെറിയ വെയിലുണ്ട്, ആ വെയിൽ മാറിയിട്ട് ടെൻ്റ് അടിക്കാനുള്ള പ്ലാനിലാണ്. അതുവരെ റെസ്റ്റൊക്കെ എടുത്ത് വീഡിയോ കാണലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇരിക്കും. ഓക്കെ, വെയിൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻ്റ് ഇടാം. ഓക്കെ, ബൈ ഗൈസ്.